അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കൊച്ചച്ഛൻ മാത്യു ലക്ഷ്മി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സോൺ പ്രസിഡന്റും വാർഡ് ലീഡറുമായ റെഡി കണ്ടെത്തലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അമൽ ബ്രദറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇടവകയിലെ 3 കൈകാരന്മാരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രിൻസ് വെള്ളാങ്കണ്ണി, ഷൈൻ കുരിശിനെ, നമ്മുടെ പഞ്ചകുളം സോണിലെ കൈകാരനും വാർഡ് ലീഡറുമായ അനിൽ ഇടപ്പനാട്ടിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വാർഡ് ലീഡേഴ്സ് ജോണി വെടിയാട്ടുകരയെയും മേഴ്സി സനയെയും വർഗീസ് പുലിത്തരത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മദർ ആൻസിനെയും മദർ ഖാദറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവരെയും സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇനാഗ്രേഷൻ സെറമണിയാണ്. The night covers the darkness of opposite of life. Darkness is the symbol of fear, anxiety, and hopelessness in human being. But the light illuminates the darkness, reducing its influence and revealing the power within the light, helps to clear the mind, open heart, and nourish the soul. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപമോക്കി നമ്മെ വിശദീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. നമ്മുടെ ഒഫീഷ്യൽ സെറമണി നമ്മൾ നടത്തുകയാണ്. ഇനാഗ്രേഷൻ സെറമണിക്കായി ദീപം തെളിയിക്കുന്നതിനായി നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ജോൺ പുതിയാമറ്റത്തച്ഛനെ ഞാൻ വേദിയിൽ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഞാൻ ആത്മനെയും അന്യയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വികാരിയനായ ഫാദർ ജോൺ പുതിയാമറ്റത്തച്ഛനെയും നമ്മുടെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ മാത്യു തൈനച്ഛനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവരെയും ഞാൻ സന്തോഷപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയ്യടിയെടുത്ത് നമുക്ക് എല്ലാവർക്കും. അടുത്തതായി നമ്മുടെ സോൺ പ്രസിഡന്റും വാർഡ് ലീഡറുമായ റെഡി കണ്ടെത്തലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അമൽ ബ്രദറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇടവകയിലെ 3 കൈക്കാരനായ പ്രിൻസ് വെള്ളാങ്കണ്ണി, ഷൈൻ കുരിശിനെ, നമ്മുടെ സോണിലെ വാർഡ് ലീഡറുമായ അനിൽ ഇടപ്പനാട്ടിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വാർഡ് ലീഡേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജോണി വെടിയാട്ടുകരയെയും മേഴ്സി സനയെയും വർഗീസ് പുലിത്തരത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മദർ ആൻസിനെയും മദർ ഖാദറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി നമ്മുടെ ഇനാഗ്രേഷൻ സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനായി തിരുനാമങ്ങൾ തെളിയിക്കുന്നതിനായി റവറൻഡ് ഫാദർ ജോൺ പുതിയമറ്റത്തച്ഛനെ ഞാൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി സോണൽ ജോസിയെ ഞാൻ സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, പൈറ്റഗൺ സോണിന്റെ വാർഷികാഘോഷത്തിനായി നമ്മുടെ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഏറ്റവും അധികമായി അടുത്ത് പറയേണ്ട ഒരു പേരാണ് സോൺ പ്രസിഡന്റ് റെനി ചേർത്തിയത്. കഴിഞ്ഞ 2 മാസക്കാലം തന്റെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പൈറ്റഗൺ സോണിന്റെ പരിപാടികൾക്ക് മനോഹരമായി തീരണമെന്ന് ആഗ്രഹിച്ച് സോണിലെ എല്ലാ മെമ്പേഴ്സിനെയും ഒത്തൊരുമിച്ച് ഈ ഒരു കലാപരം ഒരുക്കിയ റെനി ചേർത്തിന് വളരെ ഒരു പങ്കുണ്ട്. അടുത്തതായി അധ്യക്ഷ പ്രശ്നത്തിനായി നമ്മുടെ പൈറ്റഗൺ സോണിന്റെ പ്രസിഡന്റായ മിസ്റ്റർ റെനി കണ്ടത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ ജോൺ പുതിയമറ്റം, നമ്മുടെ കൊച്ചച്ഛൻ ബഹുമാനപ്പെട്ട മാത്യു തേയിലച്ചൻ, ബ്രദർ അമൽ, മദർമാരായ സിസ്റ്റർ കാതറി, സിസ്റ്റർ ആൻസ്, കൈക്കരന്മാരായ പ്രിൻസ് ഇളാഹൽ, ഷൈൻ ദുഷിക്കൽ, അനിൽ എടപ്പനാട്, പൈറ്റഗൺ സോണിലെ വാർഡ് ലീഡേഴ്സായ ജോണി വടയാക്കര, വർഗീസ് വെടിക്കടത്തി, മേസി സലീമാരെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, കുഞ്ഞുമക്കളെ, ദൈവം നൽകിയ ഒരു നിധിയാണ് കുടുംബം. കുടുംബമില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. സ്നേഹത്തിൽ അധിഷ്ഠിതമായ നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ കുടുംബം ഒത്തിരി പ്രയോജനകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളില്ലെങ്കിൽ ബന്ധങ്ങളില്ല, നയബന്ധങ്ങളില്ല, സ്നേഹമില്ല. പൈറ്റഗൺ സോൺ ഞങ്ങളൊരു ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിശ്വാസം, സ്നേഹം, കരുണ, ഐക്യം. വിശ്വാസമുള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് കരുണയുണ്ട്, കരുണയുള്ളിടത്ത് ഐക്യമുണ്ട്. അങ്ങനെ
ഒരു പ്രയോജനവുമില്ല. മനുഷ്യനെ സ്നേഹിച്ചാൽ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യനെ ദ്വേഷിച്ചാൽ മനസ്സിൽ ദൈവം മരിക്കുന്നു. ഇടവകയുടെ ചലനാത്മകമായ പ്രവർത്തനങ്ങളിൽ കുടുംബ കൂട്ടായ്മകളുണ്ട് ഒത്തിരി പ്രയോജനമുണ്ട്. നമ്മുടെ വികേരിച്ച് ചാർജെടുത്തിട്ട് 2 വർഷമാകാൻ പോവുകയാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മകളെ സജീവമാക്കിക്കൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് അണിനിരത്തി ഇങ്ങനെയുള്ള കുടുംബ കൂട്ടായ്മ വാർഷികം നടത്തുമ്പോൾ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് നമുക്ക് കടന്നു പോകുന്നത്. ഒരാഴ്ചക്കാലം, ഒരു മാസക്കാലമായിട്ട്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഈശോ പഠിപ്പിച്ച് നല്ല അയൽക്കാരൻ, ആ സമരക്കാരൻ്റെ ഓർമ്മ, ജെറിക്കോയിൽ നിന്ന് ആ പോകുന്ന മനുഷ്യനെ കള്ളന്മാരെ കൊള്ളയടിച്ച് അർത്ഥപ്രാണനായിട്ട് കടന്നു പോയപ്പോൾ ഒരു ലേവായി കടന്നു വന്നു. ആ അർത്ഥപ്രാണനായ ആളെ മൈലിയാതെ കടന്നുപോയി. ഒരു പുരോഹിതനായി വന്നു, അയാളെ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കാതെ കടന്നുപോയി. ഒരു സമരക്കാരനായി വന്നു, അയാളെ കണ്ട് അരിവ് തോന്നി, അയാളുടെ മുറിവ് വെച്ച് കെട്ടി അയാളെ തൻ്റെ കിടത്തിപ്പുറത്ത് കയറ്റി ഒരു സത്രം സൂക്ഷിക്കാരൻ്റെ അടുത്ത് കൂടിയിരുന്ന് ഇവന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണം, മുറിവെല്ലാം വലിച്ചു കെട്ടിയിട്ട് ഇവന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണം, ഞാൻ ഈ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു തരാമെന്ന് പറയുന്നു. അതുപോലെ ഒരു നല്ല അയൽക്കാരനാവണം. നല്ല അയൽക്കാരനാവണമെങ്കിൽ കുടുംബ കൂട്ടായ്മ ഒത്തിരി പ്രയോജനമാണ്. അങ്ങനെ നമ്മുടെ സഭയ്ക്കും നമ്മുടെ അയൽക്കാർക്കും എല്ലാം നന്മ ചെയ്തുകൊണ്ട് പ്രാർത്ഥനയുള്ള നല്ല കുടുംബങ്ങളായി നമുക്ക് മാറാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ക്രൈസ്റ്റ് അടുത്തതായി ഒരു 2 വാക്ക് പറയുന്നതിന് വേണ്ടി നമ്മുടെ വികാരിയച്ഛൻ ഫാദർ ജോൺ പുതിയമറ്റത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ റണ്ണി കണ്ണി, ബഹുമാനപ്പെട്ട പ്രശസ്ത അമൽ ബ്രദറെ, ബഹുമാനപ്പെട്ട കൈക്കാരന്മാരായ പ്രിൻസ് വെള്ളാങ്കൽ, ഷൈൻ കുരിശിങ്കൽ, അനിൽ ഇടപ്പനാട്ട്, പ്രിയ മുതൽമാരെ, അതുപോലെ വാർഡ് പ്രതിനിധിമാരെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു ദിനമാണ് ഇന്ന്. എല്ലാവരും ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയും പരിശ്രമവുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയെങ്കിൽ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ പരസ്നേഹത്തിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരുക. അതിനുള്ള ഏറ്റവും നല്ല മോഡലായിരുന്നു, റോൾ മോഡലായിരുന്നു ആദിമ സഭ. അതെല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പഠിക്കുകയും അതുപോലെ സഹായം വഹിക്കുന്നവരെ സഹായിക്കുകയും പ്രാർത്ഥനയിൽ കൂടുതൽ ശുഷ്കാന്തി കാട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പാതയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അത് എത്തിച്ചേരുന്നത് സ്വർഗത്തിലാണ്. കാരണം ഈശോ വഴിയിൽ സത്യം ചെയ്യുവാകുന്നു എന്ന് വിശയോനാകുറിച്ചുള്ള വളരെ നാം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ അനുകരിച്ചുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരെ നല്ലപോലെ സ്നേഹിക്കുകയും അവർക്കെല്ലാം രക്ഷയ്ക്കുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. അവരെ അനുകരിച്ച് നാം ഈശോയുടെ വാക്കുകൾ വഴി തുടരുകയാണ്. പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു. അപ്പോൾ ആത്യന്തിക ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിത്യജീവൻ ദൈവത്തോടും അവിടുത്തെ പരിശുദ്ധ മാലാഖമാരോടും സർവ്വവാദത്തോടുള്ള ജീവിതം. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കമാണ് നമ്മുടെ ഈ കുടുംബം കൂട്ടായ്മ.
കുടുംബ കൂട്ടായ്മകൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ കൂടുതൽ ആത്മീയമായിട്ട് ഉണർവോടെ വ്യാപിക്കുവാനും ദൈവത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ഫാദർ. അടുത്തതായി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. കലയുടെ തുടക്കം മുതൽ മനുഷ്യൻ കലയെ സൃഷ്ടിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഈ കലാ ഉത്തരത്തിൽ കല നൽകുന്ന എല്ലാ സൗന്ദര്യവും സർഗാത്മകതയും ആവശ്യിക്കുന്നു. അത് ഒരു പുരാതന ഗുഹാ